ഇന്ന് ദിവസം 87. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജോഷുവ അധ്യായം 19 മുതൽ 21 വരെ. സങ്കീർത്തനങ്ങൾ 131. ജോഷുവ അധ്യായം 19. ശിമെയോൻ. രണ്ടാമത്തെ നറുക്ക് ശിമെയോൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു. യൂദാ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിലായിരുന്നു അവരുടെ ഓഹരി. അവർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഇവയാണ്: ബേർഷേബ, ഷേബ, മൊളാദ, ഹസർ, ഷുവാൽ, ബാല, ഏസെ, എത്ലൊലാദ്, ബദൂൽ, ഹോർമ, സിക്ലാഗ്, ബത്മാർ കബോത്ത്, ഹസാർ, സൂസ, ബത്ലെബാവോത്ത്, ഷെരുഹേൻ എന്നീ 13 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. അയിൻ, റിമ്മോൺ, എത്തർ, ആഷാൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ബലാത്ത്, ബെർ, നെഗബിലെ, റാമ വരെയുള്ള ഈ പട്ടണങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ശിമെയോൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശമാണിത്. ശിമെയോൻ ഗോത്രത്തിൻ്റെ അവകാശം യൂദയായുടെ ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. യൂദാ ഗോത്രത്തിൻ്റെ ഓഹരി വളരെ വലുതായിരുന്നതിനാലാണ് അവരുടെ അതിർത്തിക്കുള്ളിൽ ശിമെയോൻ ഗോത്രത്തിന് അവകാശം ലഭിച്ചത്. സെബുലോൺ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് മൂന്നാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി സാരിദ് വരെ നീണ്ടുകിടക്കുന്നു. അവിടെ നിന്ന് അത് പടിഞ്ഞാറോട്ട് നീങ്ങി മാറയാലിൽ എത്തി ദബേഷത്ത് വരെ ചെന്ന് യൊക്നെയാറിന് കിഴക്കുള്ള അരുവി വരെ എത്തുന്നു. സാരിദിൽ നിന്ന് കിഴക്കോട്ടുള്ള അതിർത്തി കിസ്ലോത്ത് താബോറിൻ്റെ അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ദബാറാത്തിലേക്കും തുടർന്ന് യഫിയ വരെയും എത്തുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് പോയി ഗത്ത് ഹേഫിലും എത്ത് കാസിനിലുമെത്തി റിമ്മോണിലൂടെ നേയായുടെ നേരെ തിരിയുന്നു. വീണ്ടും വടക്ക് ഹന്നാത്തോനിലേക്ക് തിരിഞ്ഞ് ഇഫ്താൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൺ, ഇദല, ബത്ലഹേം എന്നിവ ഉൾപ്പെടെ ആകെ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് സെബുലോൺ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് അവകാശമായി ലഭിച്ചത്. ഇസാക്കർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നാലാമത്തെ നറുക്ക് വീണു. അവരുടെ പ്രദേശങ്ങൾ ജസ്രേൽ, കെസുലോത്ത്, ഷുനേം, ഹഫരായിം, ഷിയോൻ, അനാഹരത്ത്, റബീത്ത്, കിഷിയോൻ, ഏബസ്, റേമത്ത്, എൻഗന്നീം, എൻഹദ, ബെത്പാസസ് എന്നിവയായിരുന്നു. ഇതിൻ്റെ അതിർത്തി താബോർ, ഷാഹാസുമ, ബത്ഷമേഷ് എന്നിവിടങ്ങളിലെത്തി ജോർദാനിൽ അവസാനിക്കുന്നു. അങ്ങനെ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 5ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം താഴെ പറയുന്നവയാണ്: ഹെൽക്കത്ത്, ഹലി, ബദേൻ, അക്ഷാഫ്, അല്ലാം മെലക്ക്, അമാദ്, മിഷാൽ അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷീഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു. അത് കിഴക്കോട്ട് ബെത്ഗാനിലേക്ക് പോയി നെയ്യേലിനും ബെത്ഹമേക്കിനും വടക്ക് ഇബ്താഹേൽ താഴ്വരയും സെബുലൂണും സ്പർശിക്കുന്നു. വീണ്ടും വടക്കോട്ട് പോയി കാബൂൾ, എബ്രോൺ, റഹോബ്, ഹമ്മോൻ, കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീദോനിലെത്തുന്നു. പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു. മഹ്ലാബ്, അക്സീബ്, ഉമ്മ, അഫേക്ക്, റഹോബ് എന്നിവയുൾപ്പെടെ 22 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. നഫ്താലി ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 6ാമത്തെ നറുക്ക് വീണു. അവരുടെ അതിർത്തി ഹേലഫിൽ സനാമിലെ ഓക്ക് വൃക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് തുടങ്ങി അദാമിനക്കബ്, യബ്നേൽ എന്നിവിടങ്ങളിലൂടെ ലാക്കും കടന്ന് ജോർദാനിലെത്തുന്നു. അവിടെ നിന്ന് പശ്ചിമ ഭാഗത്തുള്ള അസ്നോത്ത് തബോറിലേക്ക് തിരിഞ്ഞ് ഹുക്കോക്കിലെത്തി തെക്ക് സെബുലൂണിനെയും പടിഞ്ഞാറ് ആഷേറിനെയും കിഴക്ക് ജോർദാന് സമീപം യൂദയായെയും തൊട്ടുകിടക്കുന്നു. കോട്ടയുള്ള പട്ടണങ്ങൾ സിദ്ദീം, സേർ, ഹമ്മത്ത, റാക്കത്ത്, കിന്നരോത്ത്, ദമ, റാമ, ഹസോർ, കേദെഷ്, എദ്രേയി, എൻഹസോർ,
ഈറോൺ, മിഗ്ദൽ, ഹൊറേം, ബത്തനാത്ത്, ബെത്ത്മെഷ് എന്നിവയാണ്. ആകെ 19 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. നഫ്താലി ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും അവയുടെ ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്. ദാൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് 7-ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശം താഴെ പറയുന്നതാണ്: സോറ, എഷ്താവോൽ, ഈർഷമെഷ്, ഷലാബിൻ, അയ്യാലോൻ, ഇത്ല, എലോൻ, തിമ്ന, എക്രോൺ, എൽതെക്ക, ഗിബ്ബത്തോൻ, ബാലത്ത്, ഏഹൂദ്, ബെനേബെറെക്, ഗത്രിമ്മോൺ, ജോപ്പായ്ക്ക് എതിർവശത്ത് കിടക്കുന്ന പ്രദേശവും മേയാർക്കോൻ, റാക്കോൽ എന്നിവയും. തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ടപ്പോൾ ദാൻ ഗോത്രം ലേഷ്യമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. അവരെ നശിപ്പിച്ച് അത് സ്വന്തമാക്കി അവിടെ വാസമുറപ്പിച്ചു. പൂർവ്വപിതാവായ ദാനിൻ്റെ ഓർമ്മ നിലനിർത്താൻ ലേഷ്യമിന് ദാൻ എന്ന് പേരിട്ടു. ദാൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവകാശമായി ലഭിച്ചു. ഈ സ്ഥലമെല്ലാം അവകാശമായി വീതിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ നൂനിൻ്റെ മകനായ ജോഷുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു ഭാഗം അവകാശമായി കൊടുത്തു. അവൻ ചോദിച്ച എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള തിമ്നത്ത് സേര പട്ടണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവന് കൊടുത്തു. അവൻ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ വാസമുറപ്പിച്ചു. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുവയും ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രത്തലവന്മാരും ഷീലോയിൽ സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിൽ കർത്താവിൻ്റെ മുൻപിൽ വീതിച്ചു കൊടുത്ത അവകാശങ്ങളാണിവ. അങ്ങനെ അവർ ദേശവിഭജനം പൂർത്തിയാക്കി. ജോഷുവ അധ്യായം 20. അഭയനഗരങ്ങൾ. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു: ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ സങ്കേത നഗരങ്ങൾ നിർമ്മിക്കുവിൻ. ആരെങ്കിലും അബദ്ധവശാൽ ആരെയെങ്കിലും കൊല്ലാനിടയായാൽ അവന് അഭയം തേടാൻ വേണ്ടിയാണിത്. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതമായിരിക്കും അവ. കുറ്റക്കാരൻ ഇവയിലേതെങ്കിലും നഗരത്തിലേക്ക് ഓടി കവാടത്തിൽ നിന്ന് അവിടുത്തെ ശ്രേഷ്ഠന്മാരോട് തൻ്റെ കാര്യം വിവരിച്ചു പറയണം. അപ്പോൾ അവർ അവന് വസിക്കാൻ പട്ടണത്തിൽ ഒരു സ്ഥലം നൽകണം. അവൻ അവരോടുകൂടെ വസിക്കട്ടെ. രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ പിന്തുടർന്നു വന്നാൽ അവർ അഭയാർത്ഥിയെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. മുൻ ശത്രുതയില്ലാതെ അബദ്ധത്താലാണല്ലോ അവൻ വധം നടത്തിയത്. പ്രധാന പുരോഹിതൻ മരിക്കുന്നതുവരെയോ താൻ സമൂഹ സമക്ഷം വിധിക്കപ്പെടുന്നതുവരെയോ അവൻ ആ പട്ടണത്തിൽ താമസിക്കട്ടെ. അതിനുശേഷം അവൻ സ്വന്തം പട്ടണത്തിലേക്കും സ്വന്തം ഭവനത്തിലേക്കും തിരിച്ചു പോകട്ടെ. നഫ്താലിയുടെ മലമ്പ്രദേശത്തുള്ള ഗലീലയിലെ കേദേശ്, എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഷെക്കേം, യൂദായിലെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ എന്നീ പട്ടണങ്ങൾ അവർ അഭയനഗരങ്ങളാക്കി. ജെറീക്കോയ്ക്ക് കിഴക്ക് ജോർദാന് മറുകരയിൽ റൂബൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ച സമതലത്തിലെ ബേസറും ഗാദ് ഗോത്രക്കാർക്ക് ലഭിച്ച ഗിലെയാദിലെ റാമോത്തും മനാസെ ഗോത്രത്തിൻ്റെ അവകാശമായ ബാഷാനിലെ ഗോലാനും അവർ തെരഞ്ഞെടുത്തു. അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ ഓടി രക്ഷപ്പെടുന്നതിനും സമൂഹ സമക്ഷം വിചാരണ ചെയ്യുന്നതുവരെ രക്തപ്രതികാരം കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ ജനത്തിനും അവരുടെ ഇടയിൽ വസിക്കുന്ന പരദേശികൾക്കുമായി നീക്കിവെച്ച പട്ടണങ്ങളാണിവ. ജോഷുവ അധ്യായം 21. ലേവ്യരുടെ പട്ടണങ്ങൾ. കാനാൻ ദേശത്ത് ഷീലോയിൽ വച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും നൂനിൻ്റെ മകൻ ജോഷുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തുവന്ന് അവർ പറഞ്ഞു: ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി നറുക്കിട്ട് അതനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് യൂദായുടെയും ബെഞ്ചമിൻ്റെയും ശിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും
ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബന്റെയും ഗാദിന്റെയും സെബുലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദായുടെയും ശിമയിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹ്റോന്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്കു വീണത്. അവർക്ക് യൂദായുടെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിന്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത്. പുരോഹിതനായ അഹ്റോന്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷം തെമോവ, ഹൊലോൺ, ദബീർ, അയിൻ, യൂത്ത, ബെത്ഷമേഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ. കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗെബയോൻ, ഗേബ, അനാത്തോത്ത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. പുരോഹിതനായ അഹ്റോന്റെ സന്തതികളുടെ അവകാശം അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിന്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കേം, ഗേസർ, കിബ്സായിം, ബെത്ത്ഹറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽത്തക്കെ, ഗിബദോൻ, അയ്യാലോൻ, ഗത്രിമോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് തനാക്ക്, ഗത്രിമോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബെഷ്തേര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ, ദെബോറാത്ത്, യാർമുത്ത്, എൻഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെൽക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ കേദേശ്, ഹമ്മോത്ത് ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവ്യരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് യൊക്നെയാം, കർത്ത, ദിംന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യാഹാസ്, കെദോമോത്ത്, മേഫാത്ത് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലെയാദിലെ റാമോത്ത്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവിടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലമുണ്ടായിരുന്നു. ഇസ്രായേൽക്കാർ ദേശം സ്വന്തമാക്കുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. സങ്കീർത്തനങ്ങൾ 131. ശിശുസഹജമായ പ്രത്യാശ. കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻകാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ പോലെയാണ്
ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക.